നീയാണ് എന്റെ ബെസ്റ്റ്. അതുകൊണ്ട് തന്നെ നിനക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന കാര്യം നീ ചെയ്തോ എന്നൊക്കെ ആയിരുന്നു ഗുവോണും ഡോഹിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാഡം ചു മരണപ്പെട്ടിരിക്കുന്നു. ഞാൻ സ്നേഹിച്ച എന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടിരിക്കുന്നു. ഞാൻ ആരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും തന്നെ മരണപ്പെടുകയാണ്. നീയും ഞാൻ കാരണം മരണപ്പെടുമെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ് അവനും അവളുടെ അടുത്ത് ചെന്ന് അവളെ കിസ് ചെയ്യുന്നു. ചെടികൾക്ക് വെള്ളം നനയ്ക്കുവാനായിട്ട് അവിടെ പൈപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് തുറന്ന് വെള്ളമൊക്കെ വീണ് കഴിയുമ്പോഴത്തേക്കും നിനക്ക് വെള്ളമൊന്നും നനയ്ക്കുവാനായിട്ട് പാടില്ലാത്തതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ മുറിവൊക്കെ കാണിച്ചിട്ട് അവളും അവിടെ നിന്ന് പോക്കുവാനായിട്ടൊക്കെ നോക്കുന്നു. പക്ഷെ അവനാകട്ടെ അവളുടെ കയ്യിൽ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നേരത്തെ കടലിൽ വീണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വെള്ളങ്ങളെല്ലാം തന്നെ തുള്ളികളായിട്ടൊക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതേ സിറ്റുവേഷനൊക്കെ ഇവിടെയും ഉണ്ടാക്കുകയാണ്. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കുമാണ് അവന് പവേഴ്സ് ഒക്കെ തിരിച്ചു വന്നു എന്ന കാര്യം അവർ രണ്ടുപേരും മനസ്സിലാക്കുന്നത്. അങ്ങനെ അവന് പവേഴ്സ് ഒക്കെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവളും അവനെ ഹഗ് ചെയ്യുന്നു. അങ്ങനെ അവരും ഹസ്ബൻഡ് ആൻഡ് വൈഫായി മാറുകയാണ്. അവരും അന്ന് രാത്രി ഒന്നിച്ച് റൊമാൻസ് ഒക്കെ ചെയ്യുന്നു. ഒരു ക്ലോക്കിലെ മാത്രം സമയം നീങ്ങിപ്പോകുന്നതും എല്ലാ ക്ലോക്കും കൂടി ഒന്നിച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നതും കാണിക്കുകയാണ്. പ്രണയമുള്ള മനുഷ്യരെല്ലാവരും തന്നെ മണ്ടന്മാരാണെന്നൊക്കെ നേരത്തെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോഴാണ് എന്തുകൊണ്ടാണ് അവർ മണ്ടന്മാരായി പോയതെന്ന കാര്യമൊക്കെ അവന് മനസ്സിലാക്കുന്നത്. അവനും രാവിലെ എണീറ്റ് ഡോഹിനെ നോക്കി കിടക്കുകയാണ്. പക്ഷെ ഡോഹി കണ്ണു തുറന്ന് അവനെ കണ്ട് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് മുഖമൊക്കെ മൂടി കിടക്കുന്നു. ഞാൻ ഇന്നലെ രാത്രി കൂർക്കം വലിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവൾ കിടക്കുന്നത്. അതേസമയം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നും അവളുടെ മുഖമൊക്കെ കാണിക്കുവാനും പറഞ്ഞ് അവനും പുതുപ്പൊക്കെ മാറ്റുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അവളും ആകെ നാണം കുണുങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു. അവനാകട്ടെ ഇപ്പോൾ ഏകദേശം മനുഷ്യനായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ച് വെളിയിൽ പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇതിനു മുമ്പ് അവൻ റെസ്റ്റോറന്റിൽ വന്ന സമയത്ത് മൊത്തത്തിൽ എല്ലാ സീറ്റും ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ആകട്ടെ മനുഷ്യരുടെ കൂടെ ഇരുന്ന് ഫുഡൊന്നും കഴിക്കുന്നത് അത്ര മോശപ്പെട്ട കാര്യമൊന്നും അല്ല എന്നൊക്കെയാണ് അവനും പറയുന്നത്. ഒരു വെയിറ്ററൊക്കെ അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും ഒരു കപ്പിൾ സെറ്റ് ഒക്കെ ആയിരുന്നു അവനും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്രിസ്മസിന്റെ സമയത്ത് മാത്രമാണ് കപ്പിൾ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന കാര്യമൊക്കെ വെയിറ്ററും അവനോട് പറയുന്നു. ഒരു കാര്യം ചെയ്യാം, ഇന്ന് ക്രിസ്മസ് ആണെന്നൊക്കെ വെച്ച് നമുക്കങ്ങ് സെലിബ്രേറ്റ് ചെയ്തേക്കാമെന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും അത് ഉണ്ടാക്കുവാനായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. വെയിറ്ററും അവന്റെ അടുത്ത് ഒരുപാട് പേടിച്ചൊക്കെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. കപ്പിൾ സെറ്റുള്ള മറ്റൊരു റെസ്റ്റോറന്റിലേക്ക് നമുക്ക് പോകാമെന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും അവളാകട്ടെ കയ്യിലുണ്ടായിരുന്ന മെനു ഒക്കെ നോക്കിയിട്ട് മറ്റൊരു ഡിഷൊക്കെ ഓർഡർ ചെയ്യുന്നു. നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കേക്ക് ഒക്കെ മേടിച്ച് എൻജോയ് ചെയ്യാമെന്ന് അവൾ പറയുമ്പോഴത്തേക്കും ഞാനൊരു ഡെവിളാണ്, ഞാൻ എങ്ങനെയാണ് ജീസസിന്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുക എന്നായിരുന്നു അവനും ചോദിക്കുന്നത്. നമ്മളൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ക്രിസ്മസ് ആകുവാനായിട്ട് ഒരുപാട് കാത്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുമെന്ന കാര്യം അവളും പറയുന്നു. ഇനി നേരത്തെ ഡോഹിനെ ബ്ലൈൻഡ് ഡേറ്റിന് വേണ്ടി കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആള് പുതിയൊരു ബ്ലൈൻഡ് ഡേറ്റ് ഒക്കെ സെറ്റ് ആക്കിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ വലിയൊരു പണക്കാരിനെ ആയിരുന്നു ബ്ലൈൻഡ് ഡേറ്റിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവളും എന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ എന്നെ പ്രണയിച്ചു തുടങ്ങി. ഉടനെ തന്നെ നമുക്ക് വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് എന്റെ പിറകെയൊക്കെ അവൾ ഒരുപാട് നടന്നു. പക്ഷെ ഞാനാകട്ടെ അങ്ങനെയുള്ള ഒരു പണക്കാരുടെ പട്ടിയായിട്ട് ജീവിക്കുവാനായിട്ട് ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഒരു ഡോഗായി മാറുവാൻ ഞാൻ തയ്യാറായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവളെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും ആ പെൺകുട്ടിയും അതെല്ലാം തന്നെ വിശ്വസിക്കുകയാണ്. നീ ആയിരുന്നോ വേട്ടയാടുന്ന ആ ഒരു ഡോഗ് എന്നൊക്കെ ഗുവോൺ ചോദിക്കുമ്പോഴത്തേക്കും മാത്രമായിരുന്നു അവനും അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന ഗുവോണിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു പെൺകുട്ടീനെ വിളിച്ച് അവനും പോകുന്നു. അവൻ നിന്നെ കുറിച്ച് മോശമായിട്ടായിരുന്നല്ലോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നിന്റെ കൈ ഇങ്ങ് കാണിക്ക്. ഞാൻ ഇനി ഒരിക്കലും അവൻ നിന്നെ കുറിച്ച് മോശമായിട്ടൊന്നും സംസാരിക്കാത്ത രീതിയിലേക്കൊക്കെ അവനെ മാറ്റി തരാമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിൽ പോലും കൈ കൊടുക്കുവാനായിട്ട് അവൾ തയ്യാറായിരുന്നില്ല. അന്നത്തെ ദിവസം കമ്പനിയുടെ ആനിവേഴ്സറി ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വർക്കിന് പോകുന്നില്ല എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവനും ഒരുപാട് ഹാപ്പി ആകുന്നു. ഡോഹി ചെയർവുമൺ ആയിട്ട് മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്തുകൊണ്ടായിരുന്നു ഗുവോൺ വിഷമിച്ചിട്ടുണ്ടായിരുന്നതെന്ന സംശയമാണ് ഇപ്പോൾ ബോക്യുവിനുള്ളത്. അവൾ മത്സരിക്കാതിരിക്കുകയാണെങ്കിൽ അവൾ സേഫ് ആയിട്ടിരിക്കുമല്ലോ. അതൊക്കെ ഓർത്തിട്ട് അവൻ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നതെന്നൊക്കെ ബോക്യുവും ഓർക്കുന്നു. പണ്ട് എനിക്ക് വർക്കൊക്കെ ചെയ്യുന്നത് വളരെയധികം ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷെ ഡെവിളുമായിട്ട് പ്രണയത്തിലായതിനു ശേഷം വർക്കൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോഹി ഇരിക്കുന്നത്. സാധാരണ ഡേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മനുഷ്യർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളതെന്നൊക്കെ അവരും അവളുടെ അടുത്ത് ചോദിക്കുന്നു. കോഫിയൊക്കെ കുടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യും. അത്രയൊക്കെ ഉള്ളൂ എന്ന് അവൾ പറയുമ്പോഴത്തേക്കും അതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ കൂടെ ഉള്ളപ്പോൾ അതൊന്നും തന്നെ ചെറിയ കാര്യങ്ങളായിരുന്നില്ല അവന്. ഞാൻ ഡോറിന് വെളിയിൽ നിൽപ്പുണ്ട്, വേഗം വന്ന് വാതിലൊക്കെ തുറക്കുന്നു പറഞ്ഞ് ബോക്കി അവനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളിപ്പോൾ ഹാൻഡ് റിവറിൽ പോയി ഡേറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെന്നായിരുന്നു അവർ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവന്റെ കണ്ടീഷന് പൂർണ്ണമായിട്ട് ഭേദമായ കാര്യം കൂടി അവൻ ബോക്യുവിനെ അറിയിക്കുന്നു.
അങ്ങനെ ഇരിക്കെ രണ്ടുപേര് സൈക്കിളിലൊക്കെ പോകുമ്പോഴത്തേക്കും അനാവശ്യമായിട്ടുള്ള ഈ ഒരു കാര്യം എന്താണെന്നൊക്കെ അവനും ചോദിക്കുകയാണ്. അത് രണ്ട് കപ്പിൾസ് സൈക്കിളിൽ പോകുന്നതാണെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അത് അനാവശ്യ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനും അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ അവൾ സൈക്കിളൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും അവനും അതിന്റെ പിറകിലിരുന്ന് പോകുകയാണ്. ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് ആ ഒരു അനാവശ്യ കാര്യം കൂടി ചെയ്യാമെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും കപ്പിൾസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനാവശ്യമായിട്ടായിരുന്നു അവൻ എടുത്തിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ അവൾക്ക് മനസ്സിലാകുന്നു. പക്ഷെ അവൻ അതെല്ലാം തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡോഹി ചെയർമാൻ ആകുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാക്കുമെന്നൊക്കെയാണ് ഇപ്പോഴും മാഡച്ചന്റെ മകൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടും ഇരിക്കുന്നു. അവളുടെ മക്കളും സ്റ്റാഫിനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. ഒരു ഡോഗിനെ കണ്ടത് ക്യൂട്ടാണെന്നൊക്കെ ഡോഗി പറയുമ്പോഴത്തേക്കും മനുഷ്യരുണ്ടാക്കുന്ന അത്ര നന്നായിട്ടൊന്നുമല്ല ദൈവം ഓരോന്നിനെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നായിരുന്നു അവനും പറയുന്നത്. ഏതെങ്കിലും ഒരാൾക്ക് അവരുടെ ബോസിനോട് ഇഷ്ടം തോന്നുമോ? അതുകൊണ്ട് തന്നെ എനിക്കും ഗോഡിനോട് അത്രയ്ക്ക് ഇഷ്ടമൊന്നും ഇല്ല എന്ന് അവനും പറയുന്നു. അവനും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ദൈവവുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ടില്ല എന്ന കാര്യവും അവൻ പറയുകയാണ്. 200 വർഷങ്ങൾക്ക് മുമ്പ് അവൻ എങ്ങനെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഓർത്തിട്ട് അവൾക്കും ഒരു ആകാംക്ഷയൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു. അവനെ അവന്റേതായിട്ടുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കുവാനായിട്ടായിരുന്നു അവളും അങ്ങനെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഡെവിളിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അവനും അവളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മനുഷ്യരെ സംരക്ഷിക്കുന്ന കൂട്ടരായിരുന്നു ഡെവിൾ. ഒരേ വിധി ഷെയർ ചെയ്യുന്ന ആളുകൾ എന്ന അർത്ഥമായിരുന്നു ഡൈമോ എന്ന ഗ്രീക്ക് പദത്തിനുണ്ടായിരുന്നത്. ആ ഒരു വാക്കിൽ നിന്നുമായിരുന്നു പിന്നീട് ഡിമൻ എന്ന ഒരു പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും അവളോട് പറയുന്നു. ഒരിക്കൽ നമ്മൾ ഒരേ വിധി ഷെയർ ചെയ്യുന്നവരാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അത് സത്യമായില്ലേ എന്നൊക്കെ അവളും ചോദിക്കുന്നു. എന്നാലും എങ്ങനെയായിരിക്കും നീ ഡബിളായി മാറിയിട്ടുണ്ടാക്കുക എന്നൊക്കെ അവളും സംശയിക്കുകയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഞാൻ ഡബിളായി മാറിയിട്ടുണ്ടാക്കുക. എന്തായാലും 200 വർഷങ്ങളായിട്ട് ഞാൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അവനും അവളോട് പറയുകയാണ്. എന്തായാലും നീ പഴയ മനുഷ്യനായി മാറിയിരിക്കുന്നു, ഇപ്പോൾ നീ എന്റെ ഗാർഡിയൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവളും അവനെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ അവരും അവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് നടന്നു പോകുമ്പോഴത്തേക്കും ആരോ ഒരാൾ ഒളിച്ചു നിന്ന് ഇവരുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കപ്പിൾസിന് വേണ്ടിയുള്ള ഒരു ഡ്രിങ്ക് ഒക്കെ നൽകുന്ന കൂടെ ഒരു കുഞ്ഞു ടോയും കൂടി ഗിഫ്റ്റ് ആയിട്ടൊക്കെ വെയിട്രസ് നൽകുകയാണ്. ഗുവോൺ ആയിരുന്നു അത് മേടിക്കുവാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നതും അവളും ഗുവോണെ തന്നെ നോക്കി നിൽക്കുന്നു. മനുഷ്യർ വളരെ നിസ്സാരക്കാരാണെങ്കിൽ പോലും അവർ വളരെ ക്യൂട്ടായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പൂച്ചേനൊക്കെ എടുത്തു വളർത്തിയിട്ട് നമ്മൾ അതിനെ കെയർ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഭൂമിയിലുള്ള എല്ലാ തെരുവ് പൂച്ചകളെയും നമ്മൾ കെയർ ചെയ്യുവാനായിട്ട് തുടങ്ങും. സ്നേഹം എന്നത് ഒരു പകർച്ചവ്യാധിയാണെന്നുള്ള കാര്യമൊക്കെ എനിക്കിപ്പോഴായിരുന്നു മനസ്സിലായിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവരും പറയുന്നു. പൂച്ചയുമായിട്ട് അവളെ കമ്പയർ ചെയ്തതൊന്നും അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കാണ് ഒരു കപ്പിള് അയാളുടെ ഗേൾഫ്രണ്ടിനെ ബേബ് എന്നൊക്കെ വിളിക്കുന്നത്. നിനക്ക് പൂച്ചയെന്ന് വിളിക്കുന്നത് ഇഷ്ടമില്ല എങ്കിൽ ഞാൻ നിന്നെ ബേബി എന്നൊക്കെ വിളിക്കട്ടെ എന്ന് അവനും ചോദിക്കുകയാണ്. നീ എന്നെ ഹബി എന്നും വിളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനും പിറകെ നടക്കുന്നു. പക്ഷെ അതിലും ഭേദം പൂച്ചയെന്ന് വിളിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് അവർ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവരറിയാതെ ഒരാൾ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സുവാൻ ആയിരുന്നു ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അവളും ഫോട്ടോ ഒക്കെ സൂം ചെയ്ത് നോക്കി എന്ത് ഭംഗിയാ ഇവരുടെ ഫോട്ടോസ് ഒക്കെ കാണുവാനെന്നും അവർ എന്തൊരു ഫോട്ടോജനിക് ആണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇവിടെ സത്യങ്ങളൊക്കെ കണ്ടെത്തുവാനായിട്ടല്ലേ എത്തിയത്. അവർക്ക് എല്ലാവരും പറ്റിക്കുവാൻ സാധിക്കും, പക്ഷെ എന്നെ ഒരിക്കലും പറ്റിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവളും വീണ്ടും ഫോട്ടോസ് ഒക്കെ എടുക്കുവാനായിട്ട് നോക്കുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കും നേരത്തെ കില്ലറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സോങ് അവർ കേൾക്കുകയാണ്. വീണ്ടും കില്ലർ എത്തിയതായിരിക്കുമോ എന്നൊക്കെ സംശയിച്ച് അവർ നോക്കി നിൽക്കുമ്പോഴത്തേക്കും അതൊരു സ്ത്രീയുടെ റിംഗ് ടൂൺ ആയിരുന്നു. അവളും ഒരുപാട് അങ്ങോട്ട് പേടിച്ചൊക്കെ പോകുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും അവനും അവളെ സമാധാനിപ്പിക്കുന്നു. അവളുടെ പേടിയൊക്കെ മാറ്റുവാനായിട്ട് അവനും ആ ഒരു സോങ് ഒക്കെ വെച്ചതിന് ശേഷം അവളോട് എന്റെ കൂടെ നൃത്തം ചെയ്യുവാനായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ബാൽക്കണിയിലൊക്കെ പോയി നിന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഡാൻസ് ഒക്കെ ചെയ്യുകയാണ്. നീ നിന്റെ പാർട്ണറെ വിശ്വസിച്ച് ഡാൻസ് ഒക്കെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവളെയും അവൻ ഹാപ്പി ആക്കുന്നുണ്ട്. ഇനി മുതൽ ഈ ഒരു സോങ് നമ്മുടെ സോങ് ആണെന്ന് കൂടി അവൻ പറഞ്ഞു കൊടുക്കുന്നു. അവരെ നിരീക്ഷിക്കുവാനായിട്ട് സുവാനും പോയിട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കുറെ നേരമായിട്ട് അവരുടെ വീട്ടിന് വെളിയിൽ നിന്നിട്ട് പോലും അവൾക്ക് ഒരു കാര്യങ്ങളും കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ ഒരു പരിപാടിയൊക്കെ നിർത്തിയതിനു ശേഷം അവളും അവളുടെ പാട്ടിന് പോകുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.